അപ്പോൾ നമ്മൾ കൊടൈക്കനാല് ലേക്കിന്റെ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇതെവിടെ ഭയങ്കര പരിപാടികളാണെന്നൊക്കെ പറഞ്ഞത്. ഞങ്ങൾ 10 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. 10 വർഷം മുമ്പ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. സൈക്കിളൊക്കെ ചവിട്ടിയിട്ടുണ്ട്. ആ ഓർമ്മ പുതുക്കാനായിട്ട് ഒന്നും കൂടി വന്നേക്കാണ്. വേറൊരു ഓർമ്മ പുതുക്കലുണ്ട്. ഞങ്ങള് പണ്ട് വന്നപ്പോ സൈക്കിൾ ഓടിച്ചിട്ടുണ്ടായി. അപ്പൊ ഏതോ ഒരു കണ്ണുപൊട്ടൻ മച്ചിനെ കണ്ടിട്ട് ഹലോ ചേച്ചി ഐശ്വര്യ റായ് ആണോ എനിക്ക് മേല വെള്ളത്തിൽ ചിരി. ഹേ ഗൈസ്, നമ്മൾ സൈക്കിൾ ഓടിക്കുന്നു. സേ ഹായ്. ഡബിൾ സൈക്കിളാണ്. ചത്തു കേട്ടോ. കാര്യം ഞാൻ ബൈക്കൊക്കെ ഓടിക്കുന്നതാണെങ്കിൽ എനിക്ക് സൈക്കിൾ ബാലൻസ് ഒക്കെ ഉണ്ട്. 5 വർഷമായി സൈക്കിൾ ഓടിച്ചിട്ട്. ചത്തുവാണ്. ഇവിടെ സൈക്കിളിന് ഭയങ്കര ചാർജ് ഉണ്ടോ? ഡബിൾ സീറ്റ് ഒരു 20 മിനിറ്റിന് 150 രൂപ. മറ്റേ കുട്ടിയുടെ സൈക്കിളിന് 50 രൂപ. 20 മിനിറ്റ് കഴിഞ്ഞ് 25 മിനിറ്റ് ആയി കഴിഞ്ഞാൽ അവർ പറയും അഡ്വാൻസ് ഒരു 500 രൂപ മേടിച്ചേക്കും, ആകാശ് പോയി എന്ന് പറയും. അതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. അപ്പോൾ ഓക്കെ, ദെൻ അടുത്ത സ്ഥലത്തേക്ക്. ഞങ്ങളെ അങ്ങനെ കറങ്ങി ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ എന്തോ വാക്കിംഗ് വേ എന്നൊക്കെ പറയുന്നുണ്ട്. ഗുണ കേവ് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇടയിൽ കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തി. അപ്പോൾ ഇവിടെ പിള്ളേർ അങ്ങനെ കളിക്കുമ്പോഴേ നമ്മുടെ മൂത്ത പുത്രനൊരു പ്രശ്നം, അവൻ പുതിയ വെള്ള പാൻറ് എടുക്കേണ്ടത് പറഞ്ഞ വെള്ള പാൻറ്റൊക്കെ എടുത്തിട്ട് പിള്ളേര് കളിക്കുമ്പോൾ അവൻ പറയാണ് 1500 രൂപയുടെ പാൻറ്റാണ്, നശിപ്പിക്കരുത്. ഞങ്ങള് വല്ല 100 രൂപയുടെ 200 രൂപയുടെ സാധനം മേടിച്ചിരുന്നു. നിന്റെ അടുത്ത് ആരാണ് പറഞ്ഞ 1500 രൂപ പാൻറ് മേടിക്കുന്നത്? ഇത് നമ്മൾ ഞങ്ങള് എറണാകുളത്തെ സുഡിയും യൂസ്റ്റാസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ നമ്മള് ബ്രാൻഡൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ ഈ പട്ട് ലോക്കൽ സാധനങ്ങളെ മേടിക്കുള്ളൂ. കാരണം വെറുതെ കാശുകൾ ഉണ്ടല്ലോ. പിന്നെ മാത്രമല്ല ഒരു പ്രാവശ്യം വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഡ്രസ്സ് ഇടണം, പിന്നെ അത് മാറ്റിയിട്ടും വെറുതെ നിന്നെ കാശുവിന്റെ കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അല്ല, ഞാൻ വലിയ റേറ്റ് ഒന്നുമില്ല. എന്നിട്ട് നിന്നെ പിള്ളേരെ മേത്തോട്ട് കയറണേ. മേത്തോട്ട് കയറുമ്പോ ഞാൻ കേറണ്ടേ? തണുപ്പുണ്ട് കേട്ടാ, നല്ല മഞ്ഞിറങ്ങുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണി സമയം. ഞാൻ ഈ ഷർട്ടൊക്കെ ഇട്ട് നിൽക്കണം മാത്രമേ ഉള്ളൂ. കോട്ടൊക്കെ ഇട്ട് ഇരിക്കാനായിട്ടുള്ളൊരു ഫീൽ ഉണ്ട്. ആ ബോർഡൊന്ന് വായിച്ചടാ. എന്താ? കോക്കേഴ്സ് വാക്ക്. ടിക്കറ്റ് വേണം വാങ്ങ ഒരു നിമിഷം. അപ്പോൾ നമ്മളിവിടെ ടിക്കറ്റ് എടുത്തു. ഈ ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ഡിജിറ്റൽ മണി ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ എന്താണ് അക്സെപ്റ്റ് ചെയ്യാത്തതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ക്യാഷ് മാത്രമേ ഉള്ളൂ, ക്യാഷായിട്ട് കളക്ട് ചെയ്ത് ഞങ്ങൾ അവിടെ കൊണ്ട് എത്തിച്ചു കൊടുക്കണം. ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാക്സ് ആവുന്നു. അപ്പോൾ ടാക്സ് അവർ നമ്മളെന്ന് കളക്ട് ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ട് അവർ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെന്തോ ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ട്. അത് ഉറപ്പായിട്ടും ശ്രദ്ധയിൽപ്പെടണം. ഇത് മുനിസിപ്പാലിറ്റിയുടെ ആണെന്ന് പറഞ്ഞത് കൊടൈക്കനാൽ. നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ കാണുന്ന പോലെ തന്നെ, പക്ഷേ കുറച്ചുകൂടി രസമുണ്ട് കാണാനായിട്ട്. ഈ ഒരു സെയിം സാധനം മഞ്ഞുമൽ ബോയ്സിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു സീനിൽ ഉണ്ടാവും. ഫോട്ടോ എടുക്കുന്നത് അതിവിടെയല്ലേ മരത്തില് ഇവിടെ സ്വീറ്റ് പീയുടെ ഉണ്ട്. പക്ഷെ ജി പേ എടുക്കുമോ? എത്ര വേണോടി? അപ്പൊ ഒരെണ്ണം ഞാനും മേടിച്ചായിരിക്കും. 2 എവ്വളോ ഇത്? ജി പേ പോകുമോ? ക്യാഷ് ഇല്ലേ? கேஷ் இல்லைன்றது மட்டும் இல்லை, கேஷ் வந்து அவன்கிட்ட கொஞ்சம் ஜாஸ்தியாக இருந்தால் கூட கொடுங்க, நான் ஜிபே பண்ணி தரேன். കാശിൻ്റെ കണക്ക് പറഞ്ഞ് തീർക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ബീഡൊക്കെ മേടിച്ച് കഴിച്ചു. അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഗൂഗിൾ പേ എടുക്കില്ല, പിന്നെ അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു. അപ്പോൾ അതിൻ്റെ കണക്ക് കുറവായിരുന്നു. സ്വീറ്റ് പേര് ഉണ്ടോ? മറ്റേതല്ല, കോടമഞ്ഞിൽ ഓഹോ. ഒന്ന് ശരി, പാട്ടൊന്ന് പാടി പറ കേട്ടോളെ. ആ തള്ളലല്ല, ഈ തള്ളലാ പറഞ്ഞേ. ബാബേ എന്തേ? നല്ല തണുപ്പുണ്ടാ? ബാബയ്ക്ക് എന്ത് കോട്ട് എടുത്തില്ലേ? ജാക്കറ്റ് ആരും പറഞ്ഞില്ല. ഇത്രയും തണുപ്പുണ്ടെന്ന് ആരും പറഞ്ഞില്ലേ? അയ്യോ അറിഞ്ഞില്ല. പാവ വിറയ്ക്കണു. ഇത്രയും തണുപ്പുണ്ടാവുന്ന ആരും പറഞ്ഞില്ലെന്ന്. അല്ല തളടിക്കാൻ അറിയാലോ, ഞങ്ങക്ക് മേടിക്കാണെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച്, ഒരാൾക്കായിട്ട് മേടിക്കാൻ പറ്റില്ല. അത് വേണ്ട, ചെറുതായിട്ടല്ലേ വലുതാവണം. ചെറുതായിരിക്കുമ്പോ ഡിസിപ്ലിൻ പഠിപ്പിക്കണ്ടേ, എന്നാലേ വലുതാവുമ്പോ ഡിസിപ്ലിൻ ഉണ്ടാവുള്ളൂ. അതിനിവിടെ പ്രസക്തിയില്ല, ഉമ്മച്ചിക്കല്ല, ഉമ്മച്ചിക്കിവിടെ പ്രസക്തിയില്ല. നല്ല രസമാണ്. ഓ ആ സാധനം ഒരു വെക്കുമ്പോ നല്ല ഇങ്ങനെ പൊന്തി വരും.
ഓ ആ ആഹാ നല്ല രസാണ്. വേണ്ട 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 ആ ശരി. അവിടെ ഒരു ബൊമ്മേനെ കണ്ടപ്പോൾ മമ്മച്ചി കളിക്കാനെടുത്തതാ. ഒറ്റയ്ക്ക് മേടിച്ചു കൊടുക്കാൻ ഓർത്തല്ലേ അങ്ങനെ എന്തോ ചെയ്യില്ല. ആ വായിലെ ബീഡ ഒന്നിലേക്ക് ഒപ്പിക്കളാം. ബാബ്സ് കഴിക്കാ? ആ ഞാൻ തിന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായി. ബീഡ പെട്ടെന്ന് അങ്ങ് തിരിച്ചു. അത് തുപ്പുന്ന സാധനോ? അത് കഴിക്കുന്ന സാധനമാടി, വെറ്റിലാണ്. ഓ അപ്പൊ നമ്മൾ അങ്ങനെ കറങ്ങി ഇങ്ങനെ വന്നല്ലേ. അപ്പൊ ഇങ്ങനെ കറങ്ങി നമ്മൾ നടന്നു വരാനാണ് 150 രൂപ. കുഴപ്പമില്ല, എന്തായാലും കുറച്ച് സൈറ്റ് സീനൊക്കെ ഉണ്ടല്ലേ. ആ അത് തന്നെ, നമ്മളിവിടെ വന്നത് കാണാൻ വേണ്ടിട്ടല്ലേ. അല്ല അവേ തിരിച്ചു നടന്നു പോവാ. തിരിച്ചു നടക്കേണ്ട കാര്യമുണ്ടോ? കണ്ടത് പോരെ, ഇനി നമുക്ക് അങ്ങോട്ട് പോയാൽ പോരെ. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാനല്ലേ. എന്തേരാ ഞാൻ വീട്ടിലൊരു വലിയ ഫംഗ്ഷൻ വരാൻ പോണു. അതൊന്നും ഇപ്പൊ പറയില്ല, ഒക്കെ രഹസ്യം. ഞാൻ ഉദ്ദേശിച്ചാണോ ഡൈവേഴ്സാണോ? ഞങ്ങള് ഡൈവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ നല്ല ആഗ്രഹമുണ്ട് വാപ്പാന് വേണ്ടി. നമ്മളെ വീട്ടിൽ വലിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിപ്പോ ഒന്നും പറയില്ല. പാച്ചിക്കാക്ക് പെണ്ണാണല്ലാന്ന് പറയട്ടോ ലാസ്റ്റ് എല്ലാവരോടും കൂടി. ആ വെള്ളം കൂടെ വാങ്ങി വെച്ചേരെ, 22 വയസ്സായി. അത് പറഞ്ഞ കാര്യമില്ല. അല്ല, ഇവർക്ക് ആർക്കും അറിയില്ല. എനിക്കും വളർച്ചിനും മാത്രം. ഓ ബർത്ത്ഡേ ആണോ? അയ്യോ എന്താത്. ഗുണാക്കേവിലേക്കുള്ള ക്യൂവിലേക്കാണ് ഞങ്ങള്. അഞ്ചരാടാ ആ പടം വന്നതിന് ശേഷം ഭയങ്കര തിരക്കാണ് അവിടെ. എന്നാ ഈ ഗുണാക്കേവിലേക്ക് അങ്ങനെ എൻ്റർ ആകുന്നു വർഷങ്ങൾക്ക് ശേഷം. ഒരു 10 വർഷം മുമ്പ് ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്, ഒരു 25 വർഷം മുമ്പ് ബാച്ചിലേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഗുണ കേവിലെത്തി. ഇനി ഗുണ കേവിന്റെ ഉള്ളിലേക്ക് പോകും നമ്മൾ. അവളെ തള്ളിയിടാ അതിൻ്റെ അത്. അച്ചും അപ്പൂസും പൊന്നൂസും ഒരു സ്റ്റെപ്പ് അടിച്ചേരാ. ക്ലാസ്സിന് കൊടുത്തതിന് മുതലാവണ്ടെന്ന് അറിയണ്ടേ. അല്ല പിന്നെ പാട്ട് വേണ്ട, സ്റ്റൈലായിട്ട് ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ പോണം. കേറി കിടാങ്ങനെ അത് കിട്ടാത്തെ. വാവ ഇങ്ങോട്ട് വാവേ, ഇവരൊക്കെ നാണം കെടുത്ത് വാവേ. ചെല്ലുവാവേ. ആ വാവ അങ്ങോട്ട് ചെല്ലുവേ. വാവാ ഇല്ലേ വാവ ചെല്ലു. നല്ല ലേറ്റ് ആവേ, എല്ലാവരും നാണം കെടുത്തണം നമുക്ക്. One eternity later. നാലര. ഇനിയിപ്പോ എങ്ങോട്ട് പോകാനാ? വിശക്കണ്ടായിരിക്കില്ല. സ്നാക്സ് കഴിക്കാം, ചീസ് കഴിക്കണം. സ്നാക്സ് കഴിക്കണം, ഫുഡ് കഴിക്കണം, സ്നാക്സ് കഴിക്കണം. എനിക്ക് ഫുഡ് സ്നാക്സ് മതി വാവ പറയാം. അല്ല അവക്ക് പറ്റൂല, ഞാൻ പറഞ്ഞ മാതിരി കേൾക്കാം. അപ്പൊ രണ്ടുപേരും ട്രൗസർ ആരും വേണ്ട. ടോസ് തീരുമാനിക്കാം. എന്താ വെച്ചേ? ഡാൻസ് ചെയ്യാൻ പറഞ്ഞിട്ട് ക്ലാസ്സിൽ കൊണ്ട് കാശും കൊടുത്തിട്ട് ഡാൻസ് ചെയ്യില്ലാന്ന് പറഞ്ഞപ്പോ എന്താ ചെയ്യാൻ പറ്റും? 5 ദിവസത്തേക്ക് ഫോൺ കിട്ടില്ല. കോള് ചെയ്യാൻ ഇല്ല പറഞ്ഞ അപ്പൊ ഒന്നുമില്ല. അപ്പൊ ഗേൾ ഫ്രണ്ട് വിളിക്കുമ്പോ ഗേൾ ഫ്രണ്ടാ? ഗേൾഫ്രണ്ട് എന്ന് പറയുമ്പോ നിനക്കത് കൊള്ളണേ. നിനക്കില്ലേ? ഇവനുണ്ട് ഗേൾ ഫ്രണ്ട്. നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടോ? നീ ഇപ്പൊ ആള് കൊള്ളല, അതിലും വലിയ പ്രശ്നമാവല്ലോ. ഇക്കാക്കന്മാർക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ 2 കൊടുക്കാൻ വേണ്ടി വെച്ചോണ്ടിരിക്കുമ്പോ നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? നിന്റെ ഫ്രണ്ട്സിനെ എടുക്കണ്ടോ? നീ എത്രയിലാ? 9 വയസ്സായി. എന്റെ പൊന്നും കാലത്തിന്റെ പോക്ക് എങ്ങനെയാണോ എന്തോ എനിക്ക് വയ്യ. ഞാൻ മര്യാദക്ക് പറഞ്ഞല്ല, ആ ഫീസ് എനിക്ക് തരാൻ. വെറുതെ ഫീസ് കെട്ടി പഠിപ്പിക്കാൻ പറ്റില്ല.
ഇതാണ് എന്റെ ആ ഇതാണ് എന്റെ ഫ്രണ്ട്. അതിന് 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 നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോടാ? എന്താണ് ഗേൾ ഫ്രണ്ട് ഇല്ലേ? അല്ല ഇത് വീഡിയോ കാണുമ്പോ മനസ്സിലായിക്കോളും. ആ അവള് കാണുമ്പോ ബ്രേക്കപ്പ് പറഞ്ഞിട്ട് പോകൂട്ടോ. ബ്രേക്കപ്പ് പറഞ്ഞിട്ട് പോവും ഗേൾ ഫ്രണ്ട് ഇല്ലാന്ന് പറഞ്ഞ. എനിക്ക് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ അപ്പൊ ഇല്ല ഗേൾ ഫ്രണ്ട് ഇല്ല. ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി കൊടുത്താ ബ്രേക്കപ്പ് പറഞ്ഞു പൊക്കോ മോളെ, ബ്രേക്കപ്പ് പറഞ്ഞു പൊക്കോ. ഇവന് ഗേൾ ഫ്രണ്ട് ഇല്ലാന്ന്. അവനില്ല അത്ര. അല്ല ഇവന് ഗേൾ ഫ്രണ്ട് ഇല്ലാന്ന്. അപ്പൊ ആ വീഡിയോ അല്ല ഗേൾ ഫ്രണ്ട് വേണം പഠിക്കാൻ പറ്റണം. ഞാൻ പൈസ കൊടുത്തന്നെ പഠിപ്പിക്കണേ. ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു വിവരം അറിയും. ഞങ്ങളുടെ ഫാമിലി കുറച്ച് മോഡേൺ ഫാമിലി, അതുകൊണ്ട് കുഴപ്പമില്ല. തല്ലുള്ള ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പഴല്ലേ പിള്ളേർക്ക് പറ്റുള്ളൂ, ഇപ്പഴല്ലേ പറ്റുള്ളൂ. കല്യാണം കഴിഞ്ഞെങ്കിൽ പറ്റുമോ? ഇല്ല, ഇപ്പൊ നടക്കുള്ളൂ. നിങ്ങൾ എൻജോയ് ചെയ്തോ മക്കളെ? അതിന് എൻജോയ് ചെയ്തോന്നാ? അത് എന്റെ മുഖത്തേക്ക് പറയടി. എന്റെ മുഖത്തേക്ക് പറയടി പ്ലീസ് 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 പ്ലീസ്. അത് പറയില്ല. എന്നെ മാത്രം ഞാനെന്താ പിള്ളേർക്ക് ഗേൾ ഫ്രണ്ടിന് വേണ്ടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്തൊന്നും ഞാൻ അറിഞ്ഞു. ലാസ്റ്റ് ഞാൻ ഒരു ഗേൾ ഫ്രണ്ടുമായി പോകും. വാപ്പച്ചി പറയാൻ വേണ്ടി കാത്തിക്കണവരുണ്ടല്ലോ. ഇവിടെ സിംഗിൾ ആണ്. നേരെ കാണിക്കും ബാക്കിലേക്ക്. ഇവ സിംഗിൾ അല്ലല്ലോ. ഇവ സിഗ്മ, ഞാന് സിഗ്മയാണ്. നീ ചുഗുമ. സിഗ്മ അല്ല ചുഗുമ.